നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സൂപ്പർ ബോയ്സ് ആൻഡ് സൂപ്പർ ഗേൾസ് റെഡി? ഓക്കേ. Okay. Yeah, let's start. തുടങ്ങാം. ഓക്കെ, ഒരു ഫാസ്റ്റ് ബീറ്റ് റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, പാടാൻ വരുന്നു അശ്വിൻ. வேலை இல்லாத வந்தா வேலை தெரிஞ்ச வந்தா வீரமான வேலைக்கார விவகாரமான வேலைக்கார மொத்தமாக வந்தால் அதை சுத்தமாக முடிப்பேன். ஒரு சத்தம் போட வேண்டாம், அட ஒத்தைக்கு ஒத்த வாடா. வேலை இல்லாத வந்தா வேலை தெரிஞ்ச வந்தா வீரமான வேலைக்கார விவகாரமான வேலைக்கார. படிச்சா போதும் நினைக்காதப்பா, இங்க படிச்சு புட்ட பட்டம் விட்ட பறக்காதப்பா. எதிர்த்து பட்டம் விட்ட அறப்பேனப்பா, வந்த எவனோடும் மல்லு கட்டி ஜெயிப்பேனப்பா. கால நம்ம கையில இருக்குது, கவலைக ஏதும் கிடையாது. ஏழு எங்க வாழ்க்கைய யாரும் ஏலம் போட முடியாது. படிச்சவங்க வாங்குற பட்டமும் படிக்காதவ விடுற பட்டமும். புத்தகம் உள்ளது பையில, அங்க வித்தைகள் உள்ளது கையில. இங்க நான் படிப்பது மனுஷனை தாண்டா. வேலை இல்லாத வந்தா வேலை தெரிஞ்ச வந்தா வீரமான வேலைக்கார விவகாரமான வேலைக்கார. மொத்தமாக வந்தால் அதை சுத்தமாக முடிப்பேன். ஒரு சத்தம் போட வேண்டாம், அட ஒத்தைக்கு ஒத்த வாடா. வேலை இல்லாத வந்தா வேலை தெரிஞ்ச வந்தா வீரமான வேலைக்கார விவகாரமான வேலைக்கார. விவரம் இல்லைன்னு சிரிக்காதப்பா, சிறு விளையாட்டு பிள்ளைன்னு நினைக்காதப்பா. பிறப்பே அப்பா அம்மா விளையாட்டப்பா, இந்த பெரியவங்க செய்வதெல்லாம் சரியா தப்பா. கண்ணா மூச்சி ஆட்டம் நடக்குது, காணாம போச்சு நம் தேசம். மேடு போட்டு தேடும் தலைவரை பாருங்க, எல்லாம் பொய் வேஷம். ஆரோடுற ஓட்டு தப்பார், அதுதானே சுதந்திரண்டா.
வந்த சுதந்திரம் போனது எங்கே சட்டமும் வட்டமும் விக்குது எங்கே விக்கிற வகுற வேலை எனக்கேண்டா வேலை இல்லாத வந்தா வேலை தெரிஞ்ச வந்தா வீரமான வேலைக்கார விவகாரமான வேலைக்கார மொத்தமாக வந்தால் அதை சுத்தமாக முடிப்பேன் ஒரு சத்தம் போட வேண்டாம் அட ஒத்தைக்கு ஒத்தம் வாடா வேலை இல்லாத வந்தா வேலை தெரிஞ்ச வந்தா வீரமான வேலைக்கார விவகாரமான வேலைக்கார അശ്വിനെ പൂച്ചയെ പോലെ പതുങ്ങിയിരുന്നിട്ട് നമ്മളെല്ലാരും ഞെട്ടിച്ചാണല്ലേ അടിപൊളിയായിരുന്നു ഈ മര്യാദക്കാരൻ സംസാരിച്ച പോലും ഞാൻ കേട്ടിട്ടില്ല എന്തു കിടലം പെർഫോമൻസ് ആയിരുന്നു ഡാൻസ് ഒക്കെ നീ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന ആദ്യമായിട്ടാ ഫസ്റ്റ് ടൈം ആണ് അടിപൊളി സൂപ്പർ ചോദിക്കാം നമുക്ക് ശരത് സാർ അശ്വിൻ സൂപ്പർ ഇങ്ങനെ ഒരു പാട്ട് പാടുമ്പോ ഇങ്ങനൊക്കെ തന്നെ വേണ്ടത് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഡാൻസും ഒരു അഗാധ ഗർത്തത്തിലേക്ക് നോക്കി ഈ വക്കത്ത് വന്ന് കാണിച്ച പെർഫോമൻസും എനിക്ക് ഇഷ്ടമായി അത് വലിയ കുഴിയായിരുന്നല്ലേ അതൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ മൊത്തത്തില് ഈ ഒരു പാട്ട് തന്റെ വികാരം കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ പാടി കേട്ടോ പിന്നെ കുറച്ചും കൂടെ ചില ഏരിയകൾ കുറച്ചും കൂടെ ഒരു 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 ഗുംബര എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു കാര്യം ഇതാ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു മൂവി വേലക്കാരൻ എന്നുള്ള സിനിമയിലെ വേലൈക്കാരൻ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇളയരാജ സാറാണ് ലിറിക്സ് മുഹമ്മദ് മേത്ത എന്നുള്ള സാറാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പാടിയിരിക്കുന്ന മനോജ് സാറ് ഏത് സമയത്ത് ഇനി എത്ര രോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ മനോജ് പാടാൻ വിളിച്ചാൽ വന്ന് പാടും അത് അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു കാണാൻ എനിക്ക് വളരെ എൻ്റെ ഹൃദയത്തോടെ വളരെ അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനുമാണ് എന്നിട്ട് കുറേ സന്തോഷം മനോയുടെ ഒരു പാട്ട് പാടിയതിൽ കഷ്ടപ്പെട്ട് വന്ന ഒരു മനുഷ്യനാണ് കേട്ടോ രാജാ സാറിന് പരിചയപ്പെടുത്തുന്ന ജാനകിയമ്മയാണ് മനോയെ സത്യം എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ട്രാക്ക് പാടിക്കൊണ്ടിരുന്നതാണ് മനോ ഉഗ്രമായിട്ട് പാടും അപ്പോൾ അവിടുന്ന് അങ്ങനെ കണ്ടിട്ട് ജാനകിയമ്മയാണ് രാജാ സാറിൻ്റെ അടുത്ത് കൊണ്ടുവിട്ടത് പിന്നെ എത്രയോ പാട്ടുകൾ പാടി മനോ രാജാ സാറിന് ഇപ്പം രാജാ സാർ എന്ന് പറഞ്ഞാൽ മനോയ്ക്ക് ദൈവമാണ് ദൈവത്തിന് തുല്യമാണ് അടിച്ചു പൊളിച്ച് തകർക്കുക മുമ്പോട്ട് പോവാ കേട്ടോ മുമ്പോട്ട് തകർത്ത് പോവാ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ശരത് സാർ ചേച്ചി അശ്വിൻ മാം അടിപൊളി സൂപ്പർ ഒന്നാമത് ആ കോസ്റ്റ്യൂമും എല്ലാം ഞാൻ അശ്വിൻ വരുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി അശ്വിൻ ഇവിടെ ഇളക്കി മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ള പരിപാടിയാണെന്നുള്ളത് എന്തായിരുന്നു അല്ലേ അതെ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ആദ്യമായിട്ടാണല്ലേ ഇങ്ങനെ ഇതുവരെ എവിടെയും ഡാൻസ് കളിച്ചിട്ടില്ല എന്തായിരുന്നു എക്സ്പീരിയൻസ് പഠിപ്പിച്ചു തരുമ്പോ ഡാൻസ് എല്ലാം ഓർക്കാൻ പറ്റുമോ ഓർക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കാരണം ഡാൻസ് ഒക്കെ ഈ സ്റ്റെപ്സ് നമ്മൾ ചെയ്യാത്ത ആൾക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓർത്തു വെക്കാൻ എത്രാമത്തെ ഏത് സ്റ്റെപ്പ് എത്ര ദിവസം കിട്ടി പ്രാക്ടീസ് ചെയ്യാൻ 2 ദിവസം എന്നാലും 2 ദിവസത്തിലും ഒരു പരിചയം ഇല്ലാണ്ട് ഡാൻസ് പഠിച്ചെടുത്തില്ലേ ഒരു ടെൻഷനും ഇല്ലാണ്ട് ചെയ്തു അതും നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ആക്ട് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പിന്നെ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇങ്ങനെ മലക്കൊത്തൊക്കെ മറിഞ്ഞിട്ടാണോ വരാൻ പോകുന്നത് ഇങ്ങനെ ഒരു ചാടി വന്ന് അതിന്റെ സ്റ്റെപ്പൊക്കെ ചെയ്ത് പാട്ട് അസാധ്യമായിട്ട് പാടി നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ ബ്യൂട്ടിഫുൾ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് മോന്റെ ശരിക്കും ആ ഡാൻസ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് വേറൊരു ഡാൻസാണ് ഓർമ്മ വന്നത് നമ്മുടെ കേരളക്കാരെ എപ്പോഴും ഓർത്ത് ചിരിക്കുന്ന ഒരു പാട്ടുണ്ടായിരുന്നു അറിയോ ഒരു ഡാൻസ് സീക്വൻസ് മാർഗഴിയേ അതിലൊന്ന് ഡാൻസ് ചെയ്യും ഒന്ന് കാണട്ടെ ഇതേ സ്റ്റെപ്പ് അതെ അതിന് പാറും അങ്ങ് സപ്പോർട്ട് ചെയ്യും മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ മച്ച വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരന്താ മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയെ മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ മച്ച വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരന്താ മാമനായി വന്നിതാ എന്റെ മച്ച വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരന്താ
എന്തായാലും കുറച്ചൊക്കെ അറിയാം, സംഭവം ഒന്നും അറിയാണ്ടൊന്നുമില്ല. ആള് ഇന്ന് പൊളിച്ചടുക്കി. ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല സത്യത്തിൽ അശ്വിൻ ഇങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്യുന്നുള്ളത്. എന്തായാലും ഞങ്ങൾക്ക് ഇതൊരു സൂപ്പർ സ്റ്റാറിന്റെ ഈ ഒരു വേദിയിൽ ഇത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. നമ്മുടെ പ്രേക്ഷകരും ആലോചിക്കും, അയ്യോ ഈ കുട്ടി ഇങ്ങനെയൊക്കെ ഡാൻസ് കളിക്കുമായിരുന്നോ. ഇനി മുന്നോട്ട് ഇത് പൊളിച്ചടുക്കുക തന്നെ. അശ്വിൻ, യു ഹാവ് എ വണ്ടർഫുൾ ഫ്യൂച്ചർ. ധൈര്യമായിട്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. God bless you. താങ്ക് യു ചേച്ചി. ഷാനിക്ക. അശ്വിൻ സർ, അടിപൊളിയായിട്ട് പാടിയടാ. താങ്ക് യു സർ. അഗൈൻ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും നിങ്ങൾ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ടാലൻസ് ഒക്കെ നമ്മളടക്കം എല്ലാവരും കാണുന്ന പ്രേക്ഷകരൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ കഴിവുകൾ ഒക്കെ നമ്മളെല്ലാവരും മനസ്സിലാക്കി വരുന്ന ഒരു ടൈമാണിത്. ഇത് ജസ്റ്റ് സെക്കൻഡ് ഷെഡ്യൂൾ മാത്രമല്ല ഉള്ളൂ. ഇപ്പോൾ ഇത് വേറൊരു ഷെയ്ഡ് നമ്മൾ കണ്ടു. ഇനി അടുത്തത് ഒരു മെലഡി റൗണ്ടിൽ ഇനിയിപ്പോൾ എന്താണ് പാടാൻ പോകുന്നതെന്നുണ്ട് ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. പിന്നെ കോറസ് 3 പേര് അടിപൊളിയായിട്ട് പാടി. ബാക്കി 2 പേര് എങ്ങനെ പാടിയെന്ന് അറിയില്ല. ശ്രേയ നന്നായിട്ട് പാടി എന്നുള്ളതാണ് എൻ്റെ ഒരു തെറ്റായ ധാരണ. മിഥ്യാധാരണ. ശ്രേയ ഇരിക്കുന്നൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കുക. ശ്രേയ ശ്രേയക്ക് തലവേദന. പല്ലുവേദനയാണോ? തലവേദന, അവർക്ക് തലവേദനയാണ്. തലവേദനയാണ്. അശ്വിൻ നന്നായിട്ട് തന്നെ പാടിയടാ. ഈ പാട്ടിന് കൊടുക്കേണ്ട ഒരു ഗത്തും കാര്യങ്ങളൊക്കെ. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഒരു ഗുമ്മാവാം. ആ ഒരു ഇടിച്ച് പാടുന്ന ഒരു പരിപാടി കൂടെ ഒന്ന് വരാം. ഇത് എനിക്ക് അത് മാത്രമേ ഫീൽ, വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഫീൽ ഒന്നും ചെയ്തില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, അപ്പൊ ഇനി മാർക്സ് ചോദിക്കാം. ശരത് സർ. അശ്വിൻ 8.2. താങ്ക് യു ശരത് സർ. അശ്വിൻ വളരെ നല്ല ഇംപ്രൂവ്മെന്റ് ആണ്. 8.4. താങ്ക് യു ചേച്ചി. ഷാനിക്ക. ഓക്കെ, സോ ടോട്ടൽ 16.6. അടിപൊളി. അപ്പൊ ഇനി മെലഡി റൗണ്ടും അടിപൊളിയാക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മോഹം കൊണ്ടു ഞാൻ ദൂരേതോയിണം പൂത്തനാൾ മധു തേടിപ്പോയി. മോഹം കൊണ്ടു ഞാൻ ദൂരേതോയിണം പൂത്തനാൾ മധു തേടിപ്പോയി. നീളെ താഴെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോയിണം പൂത്തനാൾ മധു തേടിപ്പോയി. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പേലെ നീർത്തി. വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പേലെ നീർത്തി. വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി. സ്വർണ്ണത്തേരേറി ഞാൻ തങ്കത്തിങ്കൾ പോലെ ദൂരെ ആകാശ നക്ഷത്രപ്പൂക്കൾ തൻ തേരോട്ടം. മോഹം കൊണ്ടു ഞാൻ ദൂരേതോയിണം പൂത്തനാൾ മധു തേടിപ്പോയി.
ഹന ഓ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ചേച്ചിക്കോ? എനിക്കും. ആ, എന്ത് പറഞ്ഞു എല്ലാരും? എല്ലാരും ടിവിയിലൊക്കെ വന്നില്ലേ പാട്ടൊക്കെ? ആ, അപ്പൊ എന്ത്? ഇഷ്ടപ്പെട്ടു. ആർക്കൊക്കെ? എന്റെ ഫ്രണ്ട്സിനും ആ. നാട്ടുകാർക്കും ഗ്രൂമിംഗ് ഒക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അടിപൊളിയാണ്. ആണ്. എല്ലാവരും നന്നായിട്ട് പറഞ്ഞോ. എല്ലാം ചെയ്യുന്നുണ്ട്. നല്ലൊരു അച്ചടി ആ, ഭാഷ. അച്ഛൻ്റെ ഭാഷ. അതെ, ഞങ്ങള് കൊല്ലംകാരങ്ങനെ. ഓ ഓ ഓ ഓ, ഓ, ഓ. ഇനിയിപ്പോ ഒന്നും പറയാനും പറ്റില്ല. ഇവിടെ പെട്ടും പോയി. സാർ അത് കേട്ടോ? കേട്ടു. ആ ആ പിന്നെ കൊല്ലംകാര് കള്ളം പറയാന്ന് ഇപ്പോഴാ അറിയാം. കള്ളം പറയോ ഹന? പിന്നെ ഇഷ്ടം പോലെ. പറയോ? സിറ്റുവേഷൻ അനുസരിച്ച്. ഉം. ആണോ? ആ. എന്താ ഇപ്പൊ അതിന് പറ്റിയ situation ആ. കള്ളത്തരം പൊക്കിയുണ്ടോ? ഇല്ല, ഏ? ഉണ്ട്. ഒരെണ്ണം ഞങ്ങളോട് പറയോ? പൊക്കിയത് ഏതെങ്കിലും പറഞ്ഞാ മതി, പൊക്കാത്ത പറയണ്ട. അങ്ങനെ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ കള്ളത്തരങ്ങൾ പൊക്കാറുണ്ട്. ആ. ഇനിയും പൊക്കാൻ സാധിക്കട്ടെ. ആ, ഹന ഓ നമുക്ക് ചോദിക്കാം. ആ. ഓക്കെ. ഷാനിക്ക. ഹായ് ഹന, ഹായ് സർ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ആണോ? ആ, സന്തോഷമായിട്ടിരിക്കുന്നോ? അതെ. ആണോ? എന്നോട് ആദ്യം എന്താണ് ചോദിച്ചെന്നറിയോ? ആ, വായ തുറന്നായിരുന്നോ ഞാൻ? ഉം. അത്ര Last time- തുറന്നില്ല. അറിയാം. അറിയാം. എന്നുവെച്ചാല് കൊറേ ബെറ്റർ ആവാനുണ്ട് ഇനിയും, ഉം. പക്ഷെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഈ അടുത്തെങ്ങാനും നടക്കും. പ്രിന്റിംഗ് പ്രസ്സിൽ വല്ലതും ആണ് വർക്ക്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും അച്ചടി ഭാഷ പറയാനുള്ള അതിന് പിന്നിൽ അല്ല, ഞാന് പൊതുവെ നേരത്തെ ആ, സുഖമാണെന്ന് പറഞ്ഞപ്പോ സുഖമല്ല, സാർ, സുഖം. അതെ, ഞാനത് പറയാൻ വന്നതാ. സുഖമാണെന്ന് പറഞ്ഞപ്പോ സാർ എന്നെ കറക്റ്റ് ചെയ്തു, സുഖമാണ് എന്ന് പറയാൻ പറഞ്ഞു. ആ, അപ്പൊ അത് അതുകൊണ്ട് ഇനി താങ്കൾ അങ്ങനെ ഇത് ഒരു പറയുന്നു. അവസരം കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. ഞാൻ കൊച്ചെ ഇങ്ങനെ അച്ചടി ഭാഷ മൊത്തത്തില് പറയണ്ട ആ, ഓക്കേ. കേട്ടോ. നേരെ മനുഷ്യൻ സംസാരിക്കുന്നോണ്ട് പിന്നെ സംസാരിക്കും. എന്റെ സ്ലാങ്ങും ഇത് തന്നെ. ഞാൻ ഇങ്ങനെ കൊല്ലം സ്ലാങ് ഇങ്ങനെയാണ്. ഈ മനുഷ്യനൊക്കെ പറയുന്നത് ഞാൻ കേൾക്കണം. ഇങ്ങനെയാണോ പറയുന്നത്? അല്ല, എന്തുവാടേ ആ. ആ, ഇങ്ങനെ എന്ന് പറഞ്ഞ എന്തു ആടേം എന്തുവാടേ പാടുന്നെ കഴിഞ്ഞിട്ട് കണ്ടിട്ട് എന്ത് പാടേ. കുറച്ചൊന്ന് ഫ്രീ ആവാം. കുറച്ചും കൂടെ ഇത്ര അച്ചടി വേണ്ട. ഇത്രയും- ഇങ്ങനെയാണ് ഉമ്മയടുത്ത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ആണ്. ആണോ? അല്പം മാറി നിൽക്കുമോ? അതെ എനിക്ക് അതെ അതെ അമ്മ എന്റെ അല്ല, ഭാര്യ വെൽക്കണം. ഇവിടെ ഇങ്ങനെ എല്ലാരും വന്നിട്ട് ഈ ഒരു സ്ലാങ്ങിനെ പറ്റി പറയുമ്പം ഉമ്മി പറയും, മോളെ നല്ലായിട്ട് പറയാൻ ശ്രമിക്കൂ, ഇങ്ങനെ കുഴഞ്ഞു സംസാരിക്കാതെ എന്ന് പറ-" കുഴച്ചിലൊന്നുമില്ല, കുഴച്ച്- മറിച്ചില് മാത്രമേ ഉള്ളൂ. ആ, ഒരു പിടുത്തം ഉണ്ടെന്ന് പറയാറുണ്ട്. ആ. അത് എന്താന്നറിയില്ല, അത് ശീലിച്ചതിന്റെ ആയിരിക്കാം. ആയിരിക്കാം. ആ. അങ്ങനെ ആയിക്കോട്ടെ. ഉം. എല്ലാം നന്മയുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ഹന്ന, സംസാരിക്കും. ഞാൻ ഹന്നയോട് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, ഉം. പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല, പേടിക്കേണ്ട. ഓക്കേ. വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഞാൻ ഹന്നയോട് സംസാരിക്കാൻ പോകുന്നുള്ളൂ. ഓക്കേ സർ. അതുകൊണ്ട് ഭയക്കണ്ട. ഹന്ന, എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഉം. ഹന്നയ്ക്ക് ബ്രെത്ത് എക്സസൈസസിന്റെ ഒരു ആവശ്യം ഉണ്ട്. ആ. കാരണം ഓരോ ലൈൻ്റെയും സസ്റ്റെയിൻസ് ഭയങ്കരമായിട്ട് ഈ ബ്രെത്ത് ഇല്ലായ്മ കാരണം കട്ടായി പോകുന്നുണ്ട്. ഇപ്പം ഇതിനൊക്കെ ബ്യൂട്ടിഫുൾ സസ്റ്റെയിൻസ് ആണ്. ഇപ്പം പല്ലവിയിലാണെങ്കിലും എല്ലാം എൻ്റെ ചെയ്യുന്നത് ഒരു ഫെയ്ഡ് ഔട്ടിലാണ്. പിന്നെ എൻ്റെ ചെയ്യുന്നത് മീൻസ് ലൈക്ക് അതിങ്ങനെ ഫെയ്ഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് എൻ്റെ ചെയ്യുന്നത്. മോള് പാടുമ്പോൾ അത് ഒരു അബ്രപ്റ്റ് ആയിട്ടുള്ളൊരു കട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അഗൈൻ അത് കറക്റ്റ് ചെയ്യാൻ ശരിയാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഹന, ഇനിയിപ്പം ഇനി അങ്ങോട്ടേക്ക് ഇതിലും കട്ടിയുള്ള റൗണ്ടുകൾ വരാം. അതുകൊണ്ട് ഇപ്പോഴേ അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയണത്. ഈ ബ്രീത്തിങ് എക്സസൈസ് പോലും സിംഗിങ്ങിന്റെ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ. ഓക്കേ സർ. ഓക്കെ താങ്ക് യു. ഓക്കെ. താങ്ക് യു you, sir. ഷാനിക്ക. ശരത് സർ, യെസ്. ഹനക്കുട്ടിയുടെ പെർഫോമൻസ് ആനക്കുട്ടിയാ? ഹന ആ, ഹന നല്ല ഓ, പാട്ട്, sir, നല്ല thank you. പാട്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞോ? ആ, ഹന ഇത് ശേഷം കാഴ്ചയിൽ എന്നുള്ള ചിത്രത്തിലേതാണ്? വരികൾ എഴുതിയത് കൊന്നിയൂർ ബാസ് സാറാണ്. ആ, കോന്നിയൂർ ഭാസ്. ആ, ഇതിന് ഈണം നൽകിയത് ജോൺസൺ മാഷാണ്. ഓക്കെ പാടിയത് ജാനകി അമ്മയാണ്. ഓക്കെ. ഈണം നൽകിയത് എന്നൊക്കെ ഇപ്പൊ ആരും പറയത്തില്ല. ഇപ്പോൾ പിള്ളേർക്കൊന്നും അറിഞ്ഞോടാ ഈണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. വാട്ട് യു മീൻ ബൈ ഈണം? ഏത് നൂറ്റാണ്ടിലെയാണെന്നറിയോ? ഈണം എന്ന് പറഞ്ഞാല് മ്യൂസിക്. ആ, ഏത് നൂറ്റാണ്ട് അങ്ങനെ എന്തെങ്കിലും അറിയോ? ഇത് നടന്ന വർഷമാണോ? അതെ. 1983. ഓ അത് നോട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ ഗൂഗിളിൽ നോക്കിയായിരുന്നു. നോക്കിയല്ലോ. അത് അവിടെ ഇല്ല, പക്ഷെ ഞാൻ നോക്കിയായിരുന്നു. നന്നായിട്ട് പാടി, ഓക്കെ നന്നായിട്ട് പാടി. സർ, താങ്ക് യു. കുറച്ചും കൂടെ വായ തുറക്കാം. ആ, നീ അച്ചടി ഭാഷയിൽ നിന്നും കൂടെ Thank you, sir. രക്ഷപ്പെട്ടാല് ഉം. വി വിൽ ബി ഹാപ്പി.
ഓക്കെ സാർ. ഏ? ശ്രമിക്കാൻ ഞാൻ. അയ്യോ ശ്രമിച്ചാൽ പറ്റൂ. അല്ല നമ്മൾ കൂളായിട്ട് സംസാരിക്കണം. ഇപ്പൊ ഒരാളെ കാണുമ്പോ അച്ചടി ഭാഷ നിന്ന് പറയോ എന്തൊക്കെയുണ്ട് വിശേഷം, എവിടെ പോകണമെന്ന് അണ്ണാച്ചി നല്ല ഇല്ല, ചോദിക്കത്തുള്ളൂ. ശരിക്കും ഞാൻ ഇങ്ങനല്ല. ഇങ്ങനെ തന്നെയാണ് ജീവിതം അതെ. അതാ ഇങ്ങനെ ആയിപ്പോയത്, അതിൽ വിഷമമുണ്ടോ? ഇങ്ങനെ കേൾക്കുമ്പോ ഒരു വിഷമമുണ്ട്. ആ വെരി ഗുഡ്. പക്ഷെ അത് നല്ലതാണ് ഒരു വിധത്തില്. പക്ഷെ നമ്മുടെ സാധാരണ സംസാരവും വേണം ഓക്കെ സാർ. കേട്ടോ. അതും കൂടെ ഒക്കെ ശരിയാക്കുക. പിന്നെ വായ തുറക്കുക. ഇപ്പൊ കുറെ തുറന്നിട്ടുണ്ട്, ഇനി കുറച്ചും കൂടെ ശരിയാവും. അന്നയുടെ ഒരു നല്ല രസമുള്ള ഒരു ടോണാണ്, അതൊക്കെ നല്ലതാണ് കേട്ടോ. താങ്ക് യു സാർ. ഇറ്റ്സ് ഓക്കെ, നമുക്ക് സഹിക്കാൻ പൊറുക്കാം. ഓക്കെ All the best. Thank you, sir. ചേച്ചി ഹന, ഓ ചേച്ചി. ഹന ബ്യൂട്ടിഫുൾ സിംഗിങ്. Thank എനിക്ക് you, ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പിന്നെ എന്താ പറയാ, ഹനയ്ക്ക് ഒരു ഡിഫറെന്റ് ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഹനയുടെ ഈ പ്രൊണൗൺസിയേഷൻ, ഹനയുടെ ഒരു രീതി, സംസാരിക്കുന്ന രീതി, പാടുന്ന രീതി, ഇത് ഹനയുടെ ഐഡന്റിറ്റിയാണ്. ഒരു പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് ഹനയുടെ സ്റ്റൈലായി മാറാം. ഇതൊരു പോസിറ്റീവ് കാര്യമായിട്ട് എടുക്കണം. ഓക്കെ മാം. ഓക്കെ, കാരണം നമ്മളെപ്പോഴും നമ്മുടെ ഒരു ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മളെപ്പോഴും വേറെ ഒരാളെ മാതിരി ആവാൻ ശ്രമിക്കാതെ നമ്മളായി മാറണം. അപ്പൊ ഹനയുടെ ഞാൻ നോട്ടീസ് ചെയ്തത്, ഹന പാടുന്ന പാട്ടുകളിലെല്ലാം എനിക്ക് ഹനയാണ് പാടുന്നതെന്ന് ഇമ്മീഡിയറ്റ്ലി എനിക്ക് മനസ്സിലാവും. കാരണം ഹനയുടെ ഒരു ഭാഷ അതിൽ ഉണ്ട്, ഹനയുടെ ഒരു കയ്യൊപ്പുണ്ട് അതില്. യു ഹാവ് എൻ ഐഡന്റിറ്റി വിച്ച് ഇസ് വെരി ഗുഡ്. താങ്ക് യു മാം. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഹനയുടെ ഒരു സിംഗിങ് സ്റ്റൈൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു മാം. പിന്നെ ഭാഷ, ഇപ്പൊ നമുക്ക് ഈ അകാരം എന്ന് പറയുന്നത് മാത്രമാണ് ഇവിടുത്തെ ഒരു പ്രോബ്ലം ആയിട്ട് വന്നിരിക്കുന്നത്. ഹനയ്ക്ക് പാടുമ്പോഴത്തേക്ക് ആ എന്നുള്ളത് കൃത്യമായിട്ട് ഓപ്പൺ ആയി വരാത്തത് കൊണ്ടാണ് യു ആർ ഫേസിങ് ദാറ്റ് ഡിഫിക്കൽട്ടി. ആ പാട്ട് ഈസിലി ഒഴുകി വരാത്ത അതുകൊണ്ടാണ്. കാരണം നമ്മുടെ ഈ വോക്കൽ കോഡ്സ് ഇല്ലേ, അത് കംപ്ലീറ്റ് ഓപ്പൺ ആയാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഇത് നാക്കുമ്പോഴത്തേക്ക് ഇത് ആ ജോ ഓപ്പൺ അല്ല, അത് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടില്ല. അപ്പൊ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു മേക്ക് വണ്ടേഴ്സ്. അടിപൊളിയാവും സിംഗിങ്. ഇതിപ്പോ ഈ പാട്ട് മനോഹരമായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു, ക്യൂട്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഈ കൊണ്ടുവന്ന പാട്ട് സൂപ്പർ സെലക്ഷൻ ആണ്. ഇത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനിതൊക്കെ നമ്മളൊക്കെ ഇതൊക്കെ സ്റ്റേജിൽ, വേദിയിൽ ജോൺസൺ മാഷയുടെ കൂടെ, മാഷ് എപ്പോഴും ഒരു ഗിറ്റാറും പിടിച്ച് നിൽക്കും. അപ്പൊ മാഷയുടെ പ്രോഗ്രാമിന് ഞാൻ പാടുമ്പോൾ മാഷ് ഇങ്ങനെ ഈ ഗിറ്റാറും പിടിച്ച് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു തരും, പാടിക്കോ എന്ന് പറയും. അപ്പൊ ഞാൻ ആ ഓർമ്മയിലേക്കൊക്കെ പോയി. കാരണം മോൾ ഇത്രയല്ലേ ഉള്ളൂ, ഞാനൊക്കെ ആ പ്രായത്തില് മാഷയുടെ കൂടെ പാടിക്കൊണ്ടിരുന്നത്. അപ്പം ഐ ജസ്റ്റ് വെന്റ് ബാക്ക് ടു ദോസ് മെമ്മറീസ്. അപ്പൊ താങ്ക് യു മോളും ഈ ഒരു പാട്ട് കൊണ്ടുവന്നതിൽ. ആൻഡ് ഹന, യു ലുക്കിംഗ് ബ്യൂട്ടിഫുൾ, സുന്ദരിയായിട്ടുണ്ട്. നല്ല ആ കോമ്പിനേഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല തിളങ്ങുന്നുണ്ട് മൊഞ്ചത്തിയൊക്കെ ആയിട്ട്, അടിപൊളി. നൈസ് സെലക്ഷൻ, അടിപൊളി. അപ്പൊ ഇനി മുന്നോട്ട് പോട്ടെ, ഇതുപോലെ തന്നെ നല്ല നല്ല പാട്ടുകൾ എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. ഹനയുടെ സംസാരം കേൾക്കാൻ ഭയങ്കര രസമാണ്, അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ പറഞ്ഞത്. ചെറിയൊരു ടാസ്ക് തരട്ടെ ഞാൻ. ഒരു കടയിലേക്ക് ചെല്ലുകയാണ്, സാധനങ്ങൾ വാങ്ങണം. ഓക്കെ, അപ്പൊ ഹന എങ്ങനെയാണ് ആ സാധനങ്ങൾ ചോദിച്ചു വാങ്ങുക? അതെ, കടക്കാരൻ എവിടെ ഇരിക്കും? ഞാൻ സാധനം എടുത്തു കൊടുക്കുന്ന ആള്. സർ എനിക്ക് സാധനം വേണം എന്ന് പറഞ്ഞാൽ മതി. അല്ല സാറെന്നൊന്നും ആരും അദ്ദേഹം എനിക്ക് ഇന്ന സാധനം വേണം എന്ന് പറഞ്ഞാൽ എന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. ചേട്ടാ എനിക്ക് ഒരു വരല്ലോ. അല്ല പിന്നെന്താ വേണ്ടേ? എനിക്ക് കസ്റ്റമേഴ്സ് നിൽക്കുന്നുണ്ട്, പ്ലീസ് വേഗം എനിക്കൊരു ബിരിയാണി കിറ്റ് തരാവോ? അതില്ല ഇവിടെ. ബിരിയാണി കിറ്റ് ഇല്ല. സിമ്പിൾ. ഓരോന്നായിട്ട് പറഞ്ഞാൽ ഞാൻ തരാൻ പറ്റും. ഇങ്ങനെ ഒരു കടയിൽ പോയി, പലചരക്ക് കടയാണത്, സാധാരണ ഒരു കട. ഓക്കെ, സാധാരണ ഒരു മനുഷ്യന്റെ കടയാണ്. അവിടെ അതില്ല. അരി എത്ര? കുറച്ചരി എന്ന് പറഞ്ഞു. വലിയ ഫംഗ്ഷൻ അല്ലേ? ഒരു 3 കിലോ. വലിയ ഫംഗ്ഷന് 3 കിലോ അരി. അത് മക്കളെ നിനക്ക് തന്നെ പറ്റത്തില്ല, പിന്നെ അല്ല 3 കിലോ അരി. 15 കിലോ വാങ്ങിച്ചു. 15 കിലോ അരി. ഓക്കെ, ഏതരിയാ വേണ്ടേ? ബസ്മതി. ബസുമതി കാറായിക്കൂടെ? അല്ലല്ല, ബസുമതി റൈസ്. ഇങ്ങനത്തെ കടക്കാരനാണെങ്കിലേ കേസ് കൊടുക്കും. ഒരു 15 കിലോ ബാസ്മതി റൈസ് എടുത്ത് പൊതിയടേ. ശരി സാർ. ബസ്മതി റൈസ്, ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് എത്ര? ബസ്മതി റൈസും ഗ്രീൻ പീസ് അതതിനകത്തിട്ട് തിന്നാൻ. ഗ്രീൻ പീസ് എത്ര കിലോ വേണം? ഒരു 10 കിലോ എടുക്കട്ടെ. 10 കിലോ ഗ്രീൻ പീസ് കൊണ്ട് ബിരിയാണിയിൽ ഇടാനുള്ള
ഗ്രീൻ പീസ് എന്ന് പറഞ്ഞു. ബിരിയാണിയിൽ ഇടാനുള്ള ഗ്രീൻ പീസ് ബിരിയാണിയിൽ ഗ്രീൻ പീസോ? അവരിടുമായിരിക്കും. അല്ല, ചിലരിടും ഗ്രീൻ പീസ്, ക്യാരറ്റ്. അത് മുയലിനുണ്ടാക്കി കൊടുക്കുന്ന അത് എന്തോ ഫ്രൈഡ് റൈസാ മോളെ. ക്യാരറ്റ് ഒക്കെ ഇട്ട് അല്ല, കൊടുക്കും. ബിരിയാണിക്കകത്ത് നമ്മള് കല്യാണത്തിനൊക്കെ പോകുമ്പോ ഇടും. അപ്പൊ അത് കൊടുക്കൂ പിന്നെ പ്ലീസ്. ക്യാരറ്റ്. ഞാൻ മഫ്റ്റിയിലുള്ള പോലീസാ. ക്യാരറ്റ് ഇല്ല ഇവിടെ. ഞാൻ വനിതാ പോലീസാണ് ഞാൻ. മഫ്റ്റിയിൽ നിൽക്കുവാ ഞാൻ. പെങ്കൊച്ചുങ്ങളെ വെറുതെ ഭീഷണിപ്പെടുത്തരുത്. ഫുഡ് ഇൻസ്പെക്ടർ എടുത്തു കൊടുക്കൂ പീസ്. ചോദിക്കേ വേറെന്ത് സാർ? അടുത്തത് വേറെ ഒരു കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് അതിന് കൊടുക്കും. 10 കിലോ പത്തൊന്നും വേണ്ട. ഒരു 1/4 കിലോ. ഒരു പലചരക്ക് സവാള. സവാള ഇല്ല. ഇല്ലേ? സവാള ഇല്ല. മുളക്. മുളക് ഏതാ? ഉണക്കമുളകാണോ? അല്ല, പിന്നെ പച്ചമുളക്. പച്ചയില്ല. പച്ചമുളകില്ല. എന്തിനു കട തുറന്നു ഇത് അല്ല, ഈ സൂപ്പർ മാർക്കറ്റിൽ പല പച്ചക്കറികളില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു താഴിട്ടിട്ട് ഇത് പൂട്ടുന്ന ഒരു കുന്തം ഇല്ലാത്ത അല്ല, പച്ചക്കറി ഇല്ല. ഞങ്ങള് നിർത്തി. അപ്പം അപ്പൊ ബിരിയാണി 15 കിലോ ബസ്മതി റൈസ്. ആ പിന്നെ കൊറേ ഗ്രീൻ ഒരു പീസ്. 10 കിലോ ഗോതമ്പ് പൊടി. എന്തിനു ബിരിയാണിയിലിടാനോ? ഗോതമ്പ് പൊടി. ചപ്പാത്തി ഉണ്ടാക്കാൻ. എന്തോ ജയിലിൽ കൊണ്ട് കൊടുക്കാനോ? അല്ല, ഗോതമ്പ് ചപ്പാത്തി ഉണ്ടാക്കി. ഉണ്ട്. വലിയ ഫംഗ്ഷൻ ചപ്പാത്തി ഉണ്ട്, ബിരിയാണി ഉണ്ട്. പയ്യ ഒരു 10 കിലോ ഗോതമ്പ് എടുത്ത് കൊടുക്കടേ. സരി സാർ, എടുത്തിട്ട് വരാം സാർ. ചേട്ടാ എന്നിട്ട് ആ ബില്ലങ്ങ് എടുത്തോ. അത്രയും മതി എനിക്ക്. പൊടികൾ ഉമ്മച്ചി പൊടി വാങ്ങാൻ പറഞ്ഞിട്ടില്ലേ? മുളക് പൊടി മഞ്ഞപ്പൊടി ഒന്നും ഇല്ലേ? മതി. മോളെ, എനക്ക് കോഴിയും ഇതൊന്നും വേണ്ടേ? കോഴി ഇല്ല ഇവിടെ. കോഴിയില്ല. അയ്യോ, അതാ ഉണ്ട് കോഴി. അല്ല, മക്കള് കടയിൽ പോവാതിരിക്കുന്നതാ നല്ലത് കേട്ടോ. ഈ കടക്കാരനെ അടിച്ചു പറയുന്നത് മനുഷ്യ ഇതൊന്നും ശ്രേയക്ക് ഇഷ്ടാവുന്നില്ല കേട്ടോ. അയ്യോ, സോറി. അവള് ശ്രേയുടെ മകൻ അവളെ നോട്ടം കണ്ടോ? ആണോ? നോക്ക്. അതെ, നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. അന്ന, ഇങ്ങനെ തന്നെ ഇരുന്നാ മതി അതെ. ഓക്കെ സർ. കേട്ടോ. നിന്റെ ഒരു പ്ലസ് എനിക്ക് ഇതായിട്ടാ തോന്നുന്നത്. അതെ. ഇങ്ങനെ അച്ചടി ഭാഷയും കൊണ്ട് ജീവിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വേണമെങ്കിൽ നമ്മുടെ ടീം ക്യാപ്റ്റൻ പറഞ്ഞുതരും. ജീവിതം വളരെ ചെറുതാണ്. അപ്പൊ ഇങ്ങനെ ജീവിച്ചോ സന്തോഷമായിട്ട്. ഓക്കെ മാം. പക്ഷെ അന സൂപ്പർ ആയിട്ട് ചെയ്തു. താങ്ക് യു. അടുത്ത പാടാൻ വരുമ്പോഴേ ശരിക്കും ആ ഒരു പലചരക്ക് ലിസ്റ്റ് ഒക്കെ ഇട്ട് വന്ന് ശരിക്കും നമുക്കൊന്ന് പ്രസന്റ് ചെയ്ത് നോക്കാം. ഇപ്പത്തെ പോലെയല്ല, നമുക്ക് ശരിക്കും ഒരു കടയിൽ പോയി എങ്ങനെ സാധനം വാങ്ങുന്നുള്ളത് നമുക്ക് പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഞെട്ടിപ്പിക്കണം. എന്നാലും കടയുടെ ഓണറും അതെ, സെയിൽസ്മാനും ഫുഡ് ഇൻസ്പെക്ടർ അവിടെ വന്ന് നിൽക്കും സൈഡില്. ഓക്കെ. മാർക്ക് ചോദിക്കാം? ചോദിച്ചോ എന്നാ. സർ 7.8 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. മാം പറയാവോ? പറയാലോ. 7.8 മാർക്സ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഞാൻ സാർ പറയാതിരിക്കാമോ? ഓക്കെ, താങ്ക് യു സർ. സോ ടോട്ടൽ 15.6. താങ്ക് യു. അങ്ങനെ അശ്വിന്റെ ഒരു അടിപൊളി പെർഫോമൻസ് ആണ് നമ്മളിപ്പോ കണ്ടത്. ഇനി അടുത്തതായിട്ട് ഒരു ഗോൾഡൻ മെലഡി റൗണ്ടിലേക്കാണ് പോകുന്നത്. പാടാൻ വരുന്നു അനഘ. പൂവുകൾക്കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ ക്ഷീരപ്പൂവുകൾക്കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ ക്ഷീരപ്പൂവുകൾക്കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ തിന്നലറിയാതെ കണ്ണാറ കണ്ണനറിയാതെ നിങ്ങിക്കരയണ കാണാ
നക്കിത്തുടച്ചു മിനുക്കിയൊരുക്കണ കുട്ടിക്കുറുമ്പുകാരി മേലേ വാരത്തേ പൂവാലി പയ്യ നക്കിത്തുടച്ചു മിനുക്കിയൊരുക്കണ കുട്ടിക്കുറുമ്പുകാരി കിങ്ങിണി മാല കിലുക്കാൻ വാ കിന്നരി പുല്ലു കടിക്കാൻ വാ തൂവെള്ളിക്കിണ്ടിയിൽ പാലു പതയുമ്പോൾ തുള്ളിക്കളിച്ചു നടക്കാൻ വാ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ തിന്നലറിയാതെ അണ്ണാര കണ്ണനറിയാതെ വിങ്ങിക്കരയണ കാണാ പൂവിൻ്റെ കണ്ണീരൊപ്പാമോ ഊഞ്ഞാലാട്ടിയുറക്കാമോ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ. നൈസ്, വെരി നൈസ്. സത്യം പറഞ്ഞാണെങ്കിൽ എനിക്ക് മനസ്സിലായില്ലായിരുന്നു സ്പെക്ക് മാറ്റിയപ്പോഴേക്കും. എന്താ സ്പെക്ക് മാറ്റാൻ തീരുമാനിച്ച? ലെൻസ് വെച്ച് തന്നിട്ട്? ഇല്ല, ലെൻസൊന്നുമില്ല. ആ സ്പെക്സ് ഗോവിന്ദ് ഉണ്ടോ അവിടെ? ഗോവിന്ദ് പറഞ്ഞായിരുന്നു അടുത്ത സ്കെഡ്യൂളിൽ വരുമ്പോ സ്പെക്സ് ഒന്ന് മാറ്റി നോക്കുന്നു. ഓ ഗോവിന്ദ ശനിക്ക നീ എവിടൊക്കെയാ കൊണ്ട് കൈ വെക്കുന്നത്? ഞാനൊരു ചേഞ്ച് എനിക്കിനി എനിക്കിനി ഗോവിന്ദ ഗോവിന്ദ നീ ഞങ്ങളുടെ അടുത്തും ഒക്കെ പറയാവല്ലത്. ശരത് സാറിനോട് എന്റെ അടുത്ത് കണ്ണാടി പറഞ്ഞത് ഊരി വെച്ചിട്ടിരിക്കുന്നു. ഉണ്ട്. അവനെ ഉണ്ട് കള്ളൻ. നീ പറഞ്ഞിട്ട് അവളെ ചെയ്തല്ലോ, എന്നിട്ട് പറ എങ്ങനെ ഉണ്ടെന്ന് പറ. അടിപൊളി അടിപൊളി. താങ്ക് യു. ഗോവിന്ദേ, സാർ ആ പഴയ വലയും എടുത്തിട്ട് നീ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണോടാ? നീ വലയും ഞാനിരിക്കണോ? ഇരുന്നോ ഗോവിന്ദൻ? അതിന്റെ ഇടയിൽ കൂടെ അതിന്റെ ഇടയിൽ കൂടെ ഒരു ആലാരേ ഗോവിന്ദ. അതന്നെ. ശരി, എന്നാലും അവൻ പറഞ്ഞ നീ കേട്ടല്ലോ. ഓക്കെ, നിനക്ക് അല്ല, പക്ഷെ അത് നല്ലതിന് നല്ലൊരു ഡിസിഷൻ അതെ ആയിരുന്നു. അതെ അതെ നന്നായിരുന്നു കേട്ടാ. ചോദിക്കാം നമുക്ക് പാട്ട് എങ്ങനെയുണ്ട്. അനഘ മാം, സുന്ദരിയായിട്ടുണ്ട്, പറയട്ടെ ആദ്യം തന്നെ. അതെ, താങ്ക് യു മാം. നല്ല ഒരു ഉടുപ്പൊക്കെ ഇട്ട് നല്ല പട്ടുപാവാടയും ബ്ലൗസും ഇട്ട് ചീരപ്പൂവുകൾ അസലായിട്ട് പാടി. താങ്ക് യു മാം. എന്നാലും പിന്നെ നമ്മൾ ഒരു ജഡ്ജസ് ആണ്, നമ്മൾ നിങ്ങളുടെ വളർച്ചയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിൽ ചില ഫൈൻനെസ് ഒന്ന് വരാമെന്ന് തോന്നി ചില സംഗതികൾക്ക്. ആ ഫിനിഷിങ്ങിൽ ഓരോ വരിയുടെ ഫിനിഷിങ്ങിൽ അത് മോളൊന്ന് കുറച്ചുകൂടി ഒന്ന് വൃത്തിയായി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രൊഫഷണൽ ഫീൽ വരും. ഇത് അവിടെ ഒരു ശ്വാസം തീർന്നു പോകുന്ന പോലെയോ എന്തോ ഒരു ചെറിയ ഒരു ആ കണ്ണാടി ഊരി വെച്ചതിൻ്റെ ഒരു ഫീലിംഗ് ആണ് ആ അവസാനത്തെ വരിയിൽ. ഒരു മ്ലാനത ഒന്ന് നോക്കി കറക്റ്റ് ചെയ്താൽ മതി. പാട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, നന്നായി പാടുന്നുണ്ട്. ഈ ഒരു സ്റ്റഡിനെസ് ഒന്നുകൂടെ കൊണ്ടുവരാം. ഫിനിഷിങ്, കുറച്ചൊരു പോളിഷിംഗ് ഒക്കെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. അനഘ സർ. ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞായിരുന്നോ? ഇല്ല. പറയൂ. ധനം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. രവീന്ദ്രൻ മാഷ് സംഗീതം ചെയ്ത് PK ഗോപി സാർ വരികൾ എഴുതി ചിത്രാമ്മ പാടിയ ഗാനം. ആഹാ, നല്ല പാട്ട്, നന്നായിട്ട് പാടി. താങ്ക് യു സർ. പിന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ കുറച്ചും കൂടെ ആവാമെന്ന് തോന്നി. ആ ഫ്ലൂട്ട് വായിച്ച് കൊണ്ട് നിർത്തിയിട്ട് ആ രാജേഷിനെ ഇഷ്ടപ്പെടാതാണ് തുടങ്ങുന്നത്. എന്താണത്? അതാ ആ മ്യൂസിക് കോമ്പസിഷനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ? എന്തായിരുന്നു അവിടെ ഒരു കൺഫ്യൂഷൻ ചീരപ്പൂ തുടങ്ങാൻ? തെറ്റി പോകുമോ എന്നുള്ളൊരു രാജേഷേ, അതൊന്ന് വായിച്ചു കൊടുത്തേ, എനിക്കൊന്ന് കേൾക്കട്ടെ അതിന്റെ എൻഡ്. ചീരപ്പൂകൾ കുമ്മ കൊടുക്കണ. നൈസ് പാച്ചു, താങ്ക് യുടാ. ഇപ്പൊ കൊള്ളാം. മറ്റോ ആ മുഖം കണ്ടാൽ തന്നെ നമുക്ക് ദേഷ്യം വരുന്ന ഇതായിരുന്നു. അത് അവിടെ ആ ടൈമിന് അത് കിട്ടുമോ എന്നുള്ള ഒരു ടെൻഷൻ. കിട്ടാത്ത എന്ത് കിട്ടും. അതുപോലെ ആ ചലനത്തിന്റെ എൻ്റെ ഒക്കെ നന്നാവാം, കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാം. നല്ലൊരു പാട്ടല്ലേ? ഈ പാട്ട് ഇഷ്ടമല്ലേ? ആ, അപ്പൊ അതിന് കുറച്ചും കൂടെ ഈ ചില ഏരിയാസ് കുറേയും കൂടെ ബ്യൂട്ടിഫുൾ ആക്കാം. ഏതൊരു സംഗതി പാടിയാലും അതിനൊരു ലൈഫ് വേണം. അപ്പൊ അതിനൊരു ആത്മാവ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ആഹാ എന്ന് പറയുന്നത് അല്ലേ? മാക്സിമം അതിനെ സുഖിപ്പിക്കണം.
അതിൻ്റെ ആ ഫ്രേസിൻ്റെ ബ്യൂട്ടി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് പാടണം. അപ്പോൾ അത് നന്നാവും. അല്ലെങ്കിൽ വെറും നോട്ട്സായി പോടാ, ഒരു കോമ്പസിറ്ററിന് വാല്യൂ ഉണ്ടാകത്തില്ല. അപ്പോൾ എന്തൊക്കെയാലും പാട്ട് നന്നാവട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ പാടി കേട്ടോ, പക്ഷേ ഇതൊക്കെ ഒന്നും കൂടെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യാം, കുറേയും കൂടെ ബെറ്റർ ആവും ഡെഫിനറ്റായിട്ട്. ശരി സർ, താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക. അനഘ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. ഇവിടെ ഓക്കെ. ഓഫ് കോഴ്സ് ശരത്തേട്ടൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞു. എനിക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമായിട്ട് തോന്നിയത് ലിറിക്സിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്ലാരിറ്റി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശരിയാക്കി എടുക്കാണ്ട്, എസ്പെഷ്യലി അനുപല്ലവി തുടങ്ങുന്നിടം, ചരണം തുടങ്ങുന്നിടം, അത് രണ്ടും ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, അതൊരു ടെക്നിക്കൽ സംഭവമാണ്. നമ്മൾ ചിലപ്പോൾ മൈക്ക് ഒരു പക്ഷെ ഒന്ന് അകറ്റി പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ എനിക്കൊന്ന് മൈക്ക് ഇത് വളരെ അടുത്ത് വെച്ചോണ്ടാണോ എന്താണോ എന്ന് എനിക്കറിയില്ല, ഭയങ്കര മഫിൾഡായിട്ട് ആ ഒരു ടോണാണ് കേട്ടത്. ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ശരത്തേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അഗൈൻ യു ജസ്റ്റ് സ്റ്റാർട്ടഡ് യുവർ ജേർണി. നമുക്കിനിയും ഇതൊക്കെ പഠിച്ച് നമുക്ക് മുന്നോട്ട് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ സിംഗിങ്ങിൽ കേട്ടോ. അത്രേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സർ. അനഘ സർ. 7.4 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി. എന്റെ നീലക്കുരുവി 7.6. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 15 മാർക്സ്. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്.